ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ വരുമ്പോ ശിഷ്യന്മാരെ പറഞ്ഞു വിടും. ആരുടെ അടുക്കലേക്ക്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക്. രോഗശമനത്തിന് ദുആ. അവര് ദുആയിരുന്നാൽ ദുആയിൽ ഇജാബത്താൽ അവരുടെ അതേ നിലയിൽ മക്കയിൽ ജീവിച്ച് ഹിജ്റ 800 കാലഘട്ടം പുണ്യമാക്കപ്പെട്ട ഈ നാടിന് ആത്മീയമായ തിലകച്ചാർത്തായി ആതുര സേവന രംഗങ്ങളിൽ പരിപൂർണമായി നിറസാന്നിധ്യമായി ഇജാബത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി ഈ നാടിനെ ആത്മീയ പ്രഭയിലേക്ക് നയിക്കാൻ അല്ലാഹു മഹാനാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്ന നിർദ്ദേശത്തോടുകൂടി ഈ നാടിന് സമ്മാനിച്ചതാകുന്ന ബഹുമാനപ്പെട്ട മഹിളയാണ് ബീമാ ഉമർ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാകട്ടെ. നഫീസ ബീവി എങ്ങനെയാണോ പറഞ്ഞു വിട്ടത് ഈജിപ്തിന്റെ മണ്ണിലേക്ക്, അതേപോലെ ആതുര സേവന രംഗങ്ങളിൽ ദുആഇന് ഇജാബത്തുള്ള മഹിളയായിരുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി എപ്പോഴും ദുആ ഇരക്കാൻ പറയും. ഷാഫി ഇമാമിന് വേണ്ടി ദുആ ഇരക്കുമ്പോൾ ശിഷ്യന്മാര് തിരിച്ചങ്ങോട്ടെത്തുമ്പോൾ രോഗം പരിപൂർണമായി ശമനായി. അവസാനം വഫാത്തിന്റെ ഘട്ടത്തിൽ ഇതേപോലെ പറഞ്ഞു വിട്ടു. മഹദി പറഞ്ഞു ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, മൗത്തടുത്തെത്തി എന്ന് മഹദിയാവുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതേപോലെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടവരാണ് ഇവർ. ഹിജ്റ 800 കാലഘട്ടം അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. അതുകൊണ്ട് അവർ നിസ്സാരക്കാരല്ല എന്ന ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണ്.